ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പിന്നെ ഞാൻ ആ റേഞ്ച് മുക്കിലെ മണിയുടെ കടയിൽ കാണും. മണി കയ്യിൽ കിട്ടിയ നീ അപ്പ എന്നെ ഒന്ന് റിങ് ചെയ്തേക്കണം. ഓക്കെ? ഇനിയിപ്പൊ അതിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു തരണോ? നീ നിന്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് ആ കണ്ണൊന്ന് നിറച്ചു കൊടുത്താ പോരെ? ക്യാഷ് കയ്യിൽ വരില്ലേ? ചെല്ല് ചെല്ലെന്റെ അച്ചുക്കുട്ടി. പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പൈസയാ കേട്ടോ. നീ കോളേജിൽ പോ റെഡിയാവാ? ഈ ഉച്ച സമയത്തോ? ഇന്ന് കോളേജ് ഇല്ലെന്ന് അറിഞ്ഞൂടെ? കോളേജിൽ പിന്നെ എന്തിനാ കെട്ടി ഒരുങ്ങുന്നേ? വീട്ടിൽ നിക്കുമ്പോഴും ചമഞ്ഞു നിക്കണമെന്നാ അമ്മ പറഞ്ഞേ. അമ്മേ. നീ വല്ലതും കഴിച്ചോടി മോളെ? ഓ, കഴിച്ചിട്ട് ഇപ്പൊ എന്തിനാ? നീ എന്താ വല്ലാതിരിക്കുന്നെ? അവനെന്തിയെ? രമേശ് ഏട്ടൻ വന്നില്ലമ്മേ, വലിയ തിരക്കിലാ. ആഹാ, തിരുവനന്തപുരത്ത് ഏതോ വലിയ സെക്രട്ടറി വരുന്നോണ്ട് രാവിലെ തന്നെ എണീറ്റങ്ങ് പോയി. എന്നാ റേഞ്ച് മുക്കിലെ മണിയുടെ കട കാണും. അല്ലച്ചാ, തിരുവനന്തപുരത്തുനിന്നേ പാർട്ടിയുടെ വലിയ നേതാവ് വന്നിട്ടുണ്ട്. നുണപറച്ചിലൊരു മത്സരം വെച്ചാ ഈ പഞ്ചായത്തിൽ എന്നല്ല ഈ ജില്ലയിൽ പോലും നിന്റെ ഭർത്താവിന് ജയിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പൊ നീ അവനെയും കടത്തി വെട്ടും. അതാണല്ലോ ഇപ്പൊ കാണുന്നത്. അവൻ നിന്നെ പുറത്തു കൊണ്ട് ഇറക്കി നിർത്തിയിട്ട് നിന്റെ ചെവിയിൽ ഓതി തന്നിട്ട് പോകുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. ഗോവിന്ദ, ഇവിടെ വന്നിരിക്കും. കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. കുഴപ്പമുണ്ട്, ഇവിടെ വന്നിരിക്കാൻ. അവൻ എന്താ നിന്നോട് പറഞ്ഞു വിട്ടത്? കാശാകിച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നുമില്ല അച്ഛാ. പാർട്ടി ചെയർമാന്റെ പിറന്നാളാ, അതിന് പോസ്റ്റർ അടിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിലേ നമ്മുടെ വാർഡില് ചേട്ടനാ സീറ്റ്. 1,00,000 രൂപ, അല്ലെങ്കിൽ വേണ്ട, ഒരു 50,000 രൂപ കടായിട്ട് തന്നാ മതി. മെമ്പറായി കഴിഞ്ഞ ഉടനെ തിരിച്ചു തരാം. തിരിച്ചു തരുന്നു? ആര്? അവനോ? ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ട് പോലും നേരാവണ്ണം അലക്കി തേക്കാനുള്ള കാശ് അവന്റെ ഇല്ല. അല്ലച്ചാ, അതൊക്കെ ഞാൻ അലക്കി തേച്ചു കൊടുക്കുന്നേ. ആ അലക്കുകാരന്റെ കട നിൽക്കാൻ അയാൾ എന്നെ വിളിച്ചത്, അത് ഞാൻ കൊടുത്തു. ഇപ്പൊ ചായക്കടയിലും പെട്ടിക്കടയിലൊക്കെ കടം പറഞ്ഞിട്ടുണ്ടാവും, അതും എന്റെ പേരും പറഞ്ഞു. ഇതൊക്കെ ഞാൻ തന്നെ സെറ്റിൽ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള അവൻ ജയിച്ച് മെമ്പറാവുന്ന ഞാൻ വിശ്വസിക്കണല്ലേ? അച്ഛാ, ചെരുപ്പ് തുന്നുന്ന ആളെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ലേ? ചായ കച്ചവടം നടത്തിയിരുന്ന ആള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയില്ലേ? എന്റെ രമേശ് ചേട്ടന് ഒരു ദിവസം അതുപോലെയാവും. കഷ്ടം. നിനക്ക് സംസാരിക്കാൻ നല്ല ട്രെയിനിങ് തന്നിട്ടാണല്ലോ നിന്റെ ഭർത്താവ് കൊണ്ട് വിട്ടിരിക്കുന്നത്. ഈ നാട്ടില് ഞാൻ താലിയെടുത്ത് കൊടുത്ത് കെട്ടിയവരെല്ലാം നല്ല രീതിയിൽ കഴിയുന്നു. പക്ഷേ സ്വന്തം ആൾക്കൊരു നല്ല ചെറുക്കനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. അതാണ് എന്റെ പരാജയവും. എന്റെ കുടുംബക്കാർക്ക് എന്താ ഇത്ര കുഴപ്പം? നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിന് എത്രയും മോശക്കാരൊന്നും അല്ല എന്റെ വീട്ടുകാര്. നിങ്ങളുടെ അളിയനെ ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് വേറൊരു വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ വീട്ടുകാരെന്തായാലും അങ്ങനൊന്നും ചെയ്തിട്ടില്ല. സ്വന്തം ഭാര്യ തല്ലിക്കൊന്നിട്ട് നടക്കുന്നതാണല്ലോ വലിയ കുടുംബ മഹിമ. ഉള്ളത് പറഞ്ഞാലേ ചിലർക്കൊക്കെ ചൊറിയും. അതൊക്കെ പണ്ടേ ഉള്ളതാ. ഒരു കുടുംബ പാരമ്പര്യം. അച്ഛാ, ഒരു 50,000 രൂപ കടയിട്ട് തന്നാ മതി, ഉറപ്പായിട്ട് തിരിച്ചു തരാം. എന്റെ കയ്യിലൊന്നുമില്ല, വേണേ നിന്റെ അമ്മയോട് ചോദിക്ക്. ഈ താലിമാല നിനക്കങ്ങ് തരാം. 10-32 വർഷമായിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ ഇതെന്റെ കഴുത്തി കിടക്കുക. നിന്റെ ഭർത്താവിനെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. നീ ഇത് പണയം വെച്ച് അവനും കൊണ്ട് കാശ് കൊടുക്കും. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കമ്മേ. വന്നേ, ആരതാ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു?
കുറച്ച് വില കുറച്ച് പറയും മോളെ. വില കുറച്ചയച്ച് ഞാൻ പറഞ്ഞത്. ഒരു സാരിയുടെ വില 500 രൂപ, ഞാൻ വാങ്ങിയ 400 രൂപയ്ക്ക്. 5 സാരിക്ക് ഞാൻ വാങ്ങിയ വിലയായ 2000 രൂപ തന്നാ മതി. പകുതി വിലക്ക് താ മോളെ. ആ എന്തേലോട്ടെ എടുത്തോ. മോളെ ഈ സാരിക്കൊക്കെ എങ്ങനെ വില? പല വിലയുണ്ട് ചേട്ടാ. എനിക്കൊരു 5 സാരി വേണം. 5 എണ്ണോ? ആ ഏത് കളറാ ചേട്ടാ വേണ്ടേ? അങ്ങനൊന്നുമില്ല, ഏത് കളറേലും എടുത്തു. ഭാര്യക്കാണോ? ആ ഒരു നല്ല കാര്യത്തിനാ. എത്രയായി മോളെ? ഇതിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാ 2500 രൂപയാ. ചേട്ടനായ കാരണം ഞാൻ 2100 രൂപയ്ക്ക് തരാം. ഓക്കെ മോളെ, എന്നാ ചേട്ടാ. അയ്യോ ചേട്ടാ, ഇത് കൂടുതലുണ്ട്, കുറച്ച് അധികമാണല്ലോ. അത് കുഴപ്പമില്ല, മോള് വെച്ചോ. ബാലമാഷ് വാങ്ങിയോ? അവൾക്ക് സംശയം തോന്നിയില്ലല്ലോ. ഏയ് ഇല്ല, അവിടെ റിഡക്ഷൻ സെയിൽ നടക്കുമായിരുന്നില്ലേ, അതിൽ നിന്ന് പിന്നെയും കുറയ്ക്കാവെന്നും ചോദിച്ച് പെണ്ണുങ്ങൾ നിൽക്കുമ്പോഴാ ഞാൻ നല്ല വില കൊടുത്ത് ഇത് വാങ്ങിയത്. ആ കൊച്ചിന് വലിയ സന്തോഷമായി. ഗോവിന്ദ, ഓ എനിക്ക് മനസ്സിലാവാത്ത കൊണ്ട് ചോദിക്കുക. എങ്കിൽ മാഷിന് പോയി നേരിട്ട് വാങ്ങിയാ പോരെ? അല്ലേ കൊച്ചേട്ടനെ വിട്ടുവിടായിരുന്നോ? ഞങ്ങൾ എന്ന് ചോദിച്ചാ അവള് തരത്തിലിടോ. അതെന്താ? അതൊക്കെ വലിയൊരു കഥയാണ് ഗോപി, പിന്നെ പറയാം. ഗോവിന്ദ, താൻ ഈ സാരിയൊക്കെ ആ കള പറിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊണ്ടേ കൊടുക്ക്. ചോദിച്ചാ അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണ വാർഷികമാണെന്നങ്ങ് പറഞ്ഞാൽ മതി. പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളോ? എനിക്ക് സന്തോഷമൊന്നുമില്ലേ? നിനക്ക് മുണ്ട് വാങ്ങിത്തരാൻ ആഘോഷമൊന്നും വേണ്ടല്ലോടാ ഗോപി. നീ കീറ മുണ്ടോട്ട് നടക്കുമ്പോഴേ മാഷ് നിനക്ക് പുത്തൻ മുണ്ട് വാങ്ങിച്ചു തന്നിട്ടില്ലേ? അതൊക്കെ നീ മറന്നാ? എന്റെ ഗോവിന്ദൻ കൊച്ചേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഗോവിന്ദനിപ്പത് കൊണ്ടുപോയി കൊടുക്ക്. ഓ ശരി. സമയം കളയണ്ട. ആ മാഷിന്റെ വിവാഹ വാർഷികമായിട്ട് എല്ലാവർക്കും സമ്മാനം.